ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കൊഞ്ച് ഫ്രൈ ട്രൈ ചെയ്താലോ? അതിനായിട്ട് 1 കിലോ കൊഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അത് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് കൊഞ്ചിപ്പം കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തു, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ 15 മിനിറ്റ് അരമണിക്കൂർ വരെ വയ്ക്കാം. ഞാനിപ്പം 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് ഭാഗത്തേക്ക് വയ്ക്കുക, അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒരു മൺചട്ടിയിലാണ് ഞാനിന്ന് കൊഞ്ച് ഫ്രൈ ചെയ്യുന്നത്. അതിൽ കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. പിന്നീട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം ഉരുട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചെടുത്ത് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുടംപുളി, ഒരു 2 പീസ് കുടംപുളിയും പിന്നീട് കറിവേപ്പിലയും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിൽ നിന്ന് ഇപ്പോൾ ഈ കൊഞ്ചിൽ നിന്ന് നമുക്ക് വെള്ളം ഊർന്ന് വരും. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് ഇതെല്ലാം കൊഞ്ച് നന്നായി ഫ്രൈ ആയി കിട്ടും നമുക്ക്. ഇപ്പം എന്തെങ്കിലും കൊഞ്ചിലെ വെള്ളമെല്ലാം ഇറങ്ങി കൊഞ്ച് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നീട് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാളയും കൊച്ചുള്ളിയും അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കിതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു തേങ്ങാക്കൊത്തും കൂടി ഇതിനകത്ത്, കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇതിനകത്ത് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് വരും. ഞാൻ തേങ്ങാക്കൊത്തും ഇടുന്നുണ്ട്. ഇതെനിക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് കടിക്കാൻ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. ഇപ്പം ദേ സവാളയെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഒരു തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി വെന്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് നമുക്കിത് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് കൂടെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം തുറന്ന് വെച്ച് 2 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കൊഞ്ച് ഫ്രൈ ഒക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.